ഇത് പുത്തൂരിന്റെ ഗ്യാരണ്ടി. ഉണ്ട് 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 സാറേ. 1000, ആ ഉണ്ട് ഉണ്ട് 1500, ഉണ്ട് ഉണ്ട് 1700, 1770. ആ ശരി. അമ്മയുടെ ഫോട്ടോയും കാര്യം എല്ലാം ഉണ്ട്. ഇതിനകത്ത്. ശരി സാറേ, ശരി സാറേ. പുത്തൂരിനൊരു പ്രത്യേകതയുണ്ട്. അത് പീപ്പിൾസ് ലൈഫ് പലതവണ നിങ്ങളിൽ എത്തിച്ചതാണ്. പുത്തൂർ നാട്ടിൽ വെച്ച് എന്ത് നഷ്ടപ്പെട്ടാലും ഉടനടി അത് ഉടമയുടെ കൈകളിലെത്തിയിരിക്കും. അതാണ് ഈ നാടിന്റെ ഗ്യാരണ്ടി. ഇന്ന് നടന്നൊരു സംഭവം, കരുനാഗപ്പള്ളി കൊട്ടാരക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന MRB ബസ്സിലെ ഡ്രൈവർ മനുവിന് ബസ്സിൽ നിന്ന് കിട്ടിയ പണമടങ്ങിയ പേഴ്സ് പുത്തൂർ സ്വദേശിനി ഷീലയ്ക്ക് പുത്തൂർ SI TJ ജയേഷിന്റെ സാന്നിധ്യത്തിൽ നൽകി. വണ്ടി കിടന്ന് കിട്ടിയതാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റേഷനിൽ വിളിച്ചായിരുന്നു. പിന്നെ വേറെ 2-3 ഫ്രണ്ട് വിളിച്ചായിരുന്നു, പേഴ്സ് കിട്ടിയെന്ന് ചോദിച്ച് വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ കരുനാഗപ്പള്ളി ചെന്നപ്പോഴാണ് നോക്കിയത്. പിന്നെ വണ്ടി കിടന്ന് സീറ്റേ കിടപ്പുണ്ട്. ഞാൻ അന്നേരം ഇവിടെ സ്റ്റേഷനിൽ വിളിച്ച് സാറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇത് 2:45. എൻ്റെ പേര് മനു. ഇതൊരു കല്ലട. എന്റെ പേര് ഷീല. ഞാൻ എന്റെ സ്ഥലം ഇവിടെ കല്ലറമുക്കില. ഞാൻ കൊട്ടാരക്കര, എന്റെ വീട് കുന്നിക്കോട്ടാണ്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഞാൻ ആലയ്ക്കുമുക്ക് ചന്തയുടെ അവിടെ ഇറങ്ങിയിട്ട്, താഴെ ചന്തയുടെ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പോൾ പേഴ്സ് ഇല്ല. അന്നേരം ഞാനങ്ങ് വിഷമിച്ചു പോയി. അന്നേരം ഓട്ടോ സ്റ്റാൻഡിൽ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ് ഇതേപോലെ ബസ്സിന് പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ താഴെ അവിടെ വന്ന് അവിടെ ഒരു പോലീസ് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പോലീസിനോട് പറഞ്ഞു എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. ഞാൻ എന്നോട് ചോദിച്ചു പേഴ്സിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൈസ ഉണ്ടെന്ന് പറഞ്ഞു. 2000 രൂപയ്ക്ക് അകത്തുണ്ടെന്ന് പറഞ്ഞു. എത്ര രൂപ തീർത്ത് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് ഇവിടെ വന്ന് എന്നോട് സാറ് പറഞ്ഞ് ഒരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിൽസച്ചാന്റെ അവിടെ വന്ന് ഒരു പരാതി എഴുതി ഇവിടെ കൊണ്ടുവന്ന് സാറിനെ ഏൽപ്പിച്ചു. എനിക്ക് സാറ് വണ്ടിക്കൂലി തന്നു. എനിക്ക് വണ്ടിക്കൂലി പോലും പൈസ ഇല്ലായിരുന്നു. സാറ് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ 170-200 രൂപയോളം അങ്ങോട്ട് ഉണ്ടായിരുന്നു. തന്ന് അങ്ങനെയാണ് ഞാൻ തിരിച്ചു പോയത്. കൊട്ടാരക്കര ചെന്നപ്പോഴത്തേന് കൊട്ടാരക്കര ചെന്നിറങ്ങി അടുത്ത വണ്ടി കയറിയപ്പോൾ പത്തനാപുരം വണ്ടി കയറിയപ്പോൾ കുന്നിക്കോട്ട് ഇറങ്ങാനായിരുന്നു. അങ്ങനെ കയറിയപ്പോഴാണ് ടിക്കറ്റ് എടുത്തത്. അന്നേരം അത് പറയുന്നത് അവിടെ നിന്ന് വിളിച്ചത് പേഴ്സും പൈസയും കിട്ടി എന്ന് പറഞ്ഞത്. അല്ല എന്നാലും സാറേ എനിക്ക് നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു വണ്ടി കൂലി കൊടുക്കണ്ടേ? അല്ല നമ്മള് വണ്ടിയെ കയറ്റത്തില്ലല്ലോ. അതുകൊണ്ടൊരു വിഷമം. സന്തോഷമായി. നമസ്കാരം. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ആഹാരം കഴിച്ചിരിക്കുന്ന സമയത്താണ് ഒരു അമ്മ നിലയം വിളിച്ച് സ്റ്റേഷനിലോട്ട് വരുന്നത് കണ്ടത്. നമ്മളെന്തോ വലിയ പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ച് അമ്മയോട് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ഞാൻ ബസ്സിൽ കുന്നിക്കോട്ടേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് MRB എന്ന് പറയുന്ന ഒരു ബസ്സിന്റെ പേര് മാത്രം അറിയാം. അതിനകത്ത് വെച്ച് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി സാറേ. എനിക്ക് വേറെ ഒരു 5 പൈസ പോലും കയ്യിലില്ല സാറേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയായിരുന്നു. അന്നേരം അമ്മയോട് നമ്മൾ പറഞ്ഞു പരാതി പറഞ്ഞ് എഴുതി കൊടുത്ത് നമ്മൾ തിരക്കട്ടെ എന്ന് പറഞ്ഞ് അന്നേരം തന്നെ ഇവിടുത്തെ പോലീസുകാർ MRB ബസ്സിന്റെ ഓണറുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ കണ്ടക്ടറെ ബന്ധപ്പെട്ടു. അന്നേരം അവർ ആദ്യത്തെ ഒരു റൗണ്ട് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല, പേഴ്സ് ഇല്ല സാറേ എന്ന് അറിയിച്ചു. രണ്ടാമത് വീണ്ടും അവർ കരുനാഗപ്പള്ളി ചെന്നതിന് ശേഷം വിശദമായി നോക്കിയപ്പോൾ ഒരു സീറ്റിന്റെ അടി സൈഡിൽ പേഴ്സ് കിടക്കുന്ന കണ്ടു. നമ്മൾ വിചാരിച്ചു സാധാരണ മോഡസ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സ് എടുക്കുക, അതിനകത്ത് പൈസ മൊത്തം എടുത്ത് പേഴ്സ് ഉപേക്ഷിക്കുന്ന രീതിയാണ്, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ തിരക്കിയപ്പോൾ കൃത്യമായ ഒരു 1770 രൂപ ഉണ്ടെന്ന് അറിയിച്ചു. അത് പ്രകാരം നമ്മൾ ഇവരെ വിളിച്ചു. ഇവിടുന്ന് അമ്മ പോയ വലിയ വിഷമത്തിലായിരുന്നു സാറേ, എനിക്ക് ഇനി കുന്നിക്കോട് വരെ പോകണം, വണ്ടിക്കൂലി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് വണ്ടിക്കൂലിയും കൊടുത്ത് അമ്മയെ സമാധാനപ്പെടുത്തിയാണ് വിട്ടത്. ഫോൺ വിളിച്ച സമയത്ത് വളരെ സന്തോഷമായിരുന്നു അമ്മയ്ക്ക്. ഈ പറഞ്ഞ പോലെ 1000 രൂപയെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ വാല്യൂ ഉള്ളൊരു അമ്മയാണ്. അത്രത്തോളം അവർ NDRBC ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. രാവിലെ ഇന്ന് വന്നിട്ട് തിരിച്ചു പോകാനുള്ളൊരു മക്കളെ കണ്ടിട്ട് തിരിച്ചു പോകാനുള്ളൊരു അവസ്ഥയിൽ വന്നതാണ്. എന്തായാലും ബസ്സുകാരുടെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടാണ് ആ പൈസ തിരിച്ചെടുക്കാൻ സാധിച്ചത്. അമ്മയുടെ സന്തോഷം ഇപ്പം ഞാൻ നേരിട്ട് കണ്ടു. ഞങ്ങൾക്ക് സന്തോഷം. നേരത്തെ പറഞ്ഞതുപോലെ പുത്തൂര് വളരെ നല്ല സ്ഥലമാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വളരെ കൂടുതൽ സാധനങ്ങൾ നമുക്ക് തിരിച്ചെടുത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അമ്മയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും അതുപോലെ തന്നെ ബസ്സുകാർക്ക് ഏറ്റവും നല്ല അഭിനന്ദനം. അവരുടെ ബസ്സിൽ ഒരു സാധനം നഷ്ടപ്പെട്ടത് അവരുടെ സ്വന്തം സാധനമായിട്ട് അവർ കണ്ട് അത്രത്തോളം പ്രയത്നമെടുത്താണ് അവരെ കണ്ടുപിടിച്ചതും അത് കൃത്യമായി നമ്മളെ അറിയിക്കുകയും തിരിച്ചുകൊണ്ട് അവരുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം. കഴിഞ്ഞ ആഴ്ച ആലക്കൽ ജംഗ്ഷനിൽ വെച്ച് സ്വർണ്ണാഭരണം അടങ്ങിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകിയ തൊഴിലാളി, ഇന്ത്യൻ ബാങ്കിന് മുന്നിൽ വെച്ച് കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല തിരികെ നൽകിയ പാങ്ങോട് സ്വദേശികൾ. കഴിഞ്ഞ ഒരു വർഷത്തിനകം ഇത്തരം 10ലധികം സംഭവങ്ങളാണ് പുത്തൂരിൽ ഉണ്ടായിരിക്കുന്നത്.